Hello everyone, Academicsന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷാദ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NTPC പറ്റിയാണ്. NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി RRBയുടെ ഇന്ത്യൻ റെയിൽവേ 35,000 പരം വേക്കൻസീസിനായിട്ട് ഇന്ത്യൻ റെയിൽവേയിലുള്ള നോൺ ടെക്നിക്കൽ ജോബുകളിലേക്ക് 35,000 പരം വേക്കൻസീസിലേക്ക് ഇന്ത്യൻ റെയിൽവേ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിനെ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RRB NTPC എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിലെ സിലബസ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് ബേസിക് പേ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ വളരെ ലാസ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. സോ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചധികം കമൻസിൽ ഡൗട്ട്സ് ആയിട്ട് വന്ന 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളൊരു ടാർഗറ്റോടുകൂടിയാണ് ഞാനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് വിചാരിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളൊരു ടാർഗറ്റോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൗട്ട് എക്സാം സെൻറ്റർ എവിടെയാണ് കിട്ടുക എന്നുള്ളതായിരുന്നു. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ മുൻ വർഷങ്ങളിലെ വേക്കൻസീസും അതുപോലെ തന്നെ കട്ട് ഓഫും എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ സദേൺ റെയിൽവേയിലെ ചെന്നൈയും ട്രിവാൻഡ്രം ബാംഗ്ലൂരും ഇത് മൂന്നാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പോൾ വേക്കൻസീസിൻ്റെ എണ്ണത്തിലായാലും കട്ട് ഓഫിൻ്റെ ബേസിസിലായാലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രിഫറൻസ് ആയിട്ട് വെച്ചത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ കേരളത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം RRBയേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരുന്നു. സോ ഒരുപാട് പേര് എന്നോട് ചോദിച്ച കാര്യം, അങ്ങനെ നമ്മൾ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സോൺ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സോ നമുക്ക് ടയർ 1ൻ്റെ എക്സാം സെൻറ്റർ എവിടെയാണ് വരിക, നമ്മൾ അവിടെ പോയി എഴുതേണ്ടി വരുമോ, ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി എഴുതേണ്ടി വരുമോ എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ട് കിട്ടിയ ചോദ്യം. അതിന് ഞാൻ ആദ്യം തന്നെ ആൻസർ തരാം. നിങ്ങളിപ്പം റീസെൻ്റ് ആയിട്ട് നടന്ന ഗ്രൂപ്പ് ഡി എക്സാംസ് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്ന ALPയുടെ എക്സാംസ് വേറെ സോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ടയർ 1 എക്സാമിന് മിക്കവാറും മോസ്റ്റ്ലി നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ സെൻറ്റർ കിട്ടും. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഒരു പെർട്ടിക്കുലർ സോണിന് ഒരു സ്ഥലത്ത് നിന്നുണ്ടെങ്കിൽ അവിടെ എക്സാം സെൻറ്റർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് RRBയുടെ രീതി. ഇപ്പം ആ ഒരു മിനിമം നമ്പർ ഓഫ് അപ്ലിക്കൻസ് ക്രൈറ്റീരിയ എന്തായാലും ചെന്നൈക്കും ബാംഗ്ലൂരിനും മീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ALP ഓൾറെഡി കഴിഞ്ഞപ്പോഴും ഗ്രൂപ്പ് ഡി ഓൾറെഡി കഴിഞ്ഞപ്പോഴും സെൻറ്റർ കിട്ടിയത് എവിടെ തന്നെയായിരുന്നു? കേരളത്തിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ എഴുതിയ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. ടയർ 1 മോസ്റ്റ്ലി മിക്ക ആളുകൾക്കും കിട്ടാത്ത കുറച്ച് പേരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതെനിക്ക് തോന്നുന്നു വൈകി അപ്ലൈ ചെയ്തവർക്കാണ് അങ്ങനെ ഒരു പണി പറ്റിയിരിക്കുന്നത്. ആദ്യം തന്നെ അപ്ലൈ ചെയ്ത എല്ലാവർക്കും കേരളത്തിൽ തന്നെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഗേൾസിനൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഷുവറാണ്. അവർക്ക് ഇനി ആദ്യം അവസാനം എന്നുള്ളൊരു ക്രൈറ്റീരിയ അവർ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗേൾസിനൊക്കെ മിക്കവർക്കും കേരളത്തിൽ തന്നെയാണ് കിട്ടിയത്. മിക്കവർക്കും നല്ല മോസ്റ്റ്ലി എല്ലാവർക്കും, എൻ്റെ അറിവിൽ ആർക്കും അങ്ങനെ പുറത്ത് കിട്ടിയിട്ടില്ല, എല്ലാവർക്കും കിട്ടിയത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെന്നൈ കൊടുത്താലും ബാംഗ്ലൂർ കൊടുത്താലും എക്സാം സെൻറ്റർ എവിടെ തന്നെ കിട്ടും? കേരളത്തിൽ തന്നെ ടയർ 1ന് കിട്ടും. പക്ഷേ ടയർ 2 എഴുതുന്ന സമയത്ത് ഏറെക്കുറെ ഷുവറാണ് നിങ്ങൾ എന്തായാലും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോണിൽ തന്നെ പോയി എഴുതേണ്ടി വരും. കാരണം 20 ടൈംസ് വേക്കൻസിയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി ഞാനത് മെൻഷൻ ചെയ്താണ്. എത്ര വേക്കൻസി ഉണ്ടോ അതിന് 20 ടൈംസ് ആളുകളാണ് ടയർ 2യിലോട്ട് ക്വാളിഫൈ ആവുന്നത്. സോ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോണിൽ, അതായത് ചെന്നൈയിലാണെങ്കിൽ ചെന്നൈയിൽ, ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് നിങ്ങൾ ടയർ 2 എഴുതേണ്ടി വരും. സോ എക്സാം സെൻറ്ററിനെ പറ്റിയുള്ള കൺഫ്യൂഷൻ ഓൾറെഡി മാറി എന്ന് വിചാരിക്കുന്നു. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെന്നൈ സോൺ അല്ലെങ്കിൽ ബാംഗ്ലൂർ സോൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. നാട്ടിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടേണ്ടതാണ്. എന്തായാലും അങ്ങനെ തന്നെ കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. സോ അടുത്തതിലോട്ട് ഞാൻ വരാം. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അടുത്തായിട്ട് വളരെ കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഡൗട്ടാണ് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ. സാർ ഈ ചെന്നൈ അല്ലെങ്കിൽ RRB നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ സ്റ്റക്കായി പോവുമോ, നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പറ്റില്ല, ഞങ്ങൾ അവിടെ തന്നെ പിന്നെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരുമോ? അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെന്നൈ അല്ലെങ്കിൽ RRBയിലാണ് നിങ്ങൾക്ക് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോണിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എന്നുള്ളത് വിചാരിക്കുക. റെയിൽവേയുടെ റൂൾ അനുസരിച്ച് ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇന്റർ സോണൽ ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം പീരീഡ് എന്ന് പറയുന്നത് 3 years ആണ്. 3 years ഓഫ് സർവീസ്. അതായത് 3 വർഷത്തെ സർവീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ സോൺ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം 3 വർഷം കഴിഞ്ഞാലുടൻ കിട്ടണമെന്നല്ല. നോർമലി ഇത് എടുക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 to 10 years ആണ്. കാരണം ഇതിനൊരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും, അതിനകത്ത് നിന്ന് ആളുകൾ വരണം, അങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ, ഈ ട്രാൻസ്ഫർ നടക്കുള്ളൂ. നോർമലി ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം ഇത് നിങ്ങൾക്ക് ഈ 3 വർഷം കഴിഞ്ഞ ഉടനെ കിട്ടിയേക്കാം. അത് നമ്മളുടെ ലക്ക് പോലെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിവിഷനിൽ എത്ര ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഓൾറെഡി, ഞാൻ പറഞ്ഞ സീനിയോറിറ്റി ലിസ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സോണിലോട്ട് ഓൾറെഡി എത്ര പേര് വെയിറ്റിംഗ് ഉണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ആരുമില്ല, നമ്മളാണ് ആദ്യത്തേക്ക് എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിളായിട്ട് നമുക്കത് കിട്ടും. സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും ട്രാൻസ്ഫറിനെ പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സാലറിയെ പറ്റിയാണ്.
ഒരുപാട് പേര് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി വളരെ കൗതുകത്തോടെയൊക്കെ ഭയങ്കര രഹസ്യമായിട്ടൊക്കെ എന്നോട് ചോദിച്ച കാര്യമാണ് എത്ര രൂപ കയ്യിൽ ശമ്പളമായിട്ട് കിട്ടും, നമ്മൾ RRB NTPC പോസ്റ്റ് ക്രാക്ക് ചെയ്ത് ഞങ്ങൾ കയറണമെങ്കിൽ എത്ര രൂപ കൈ കിട്ടും എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. പലരും രഹസ്യമായിട്ടാണ് ചോദിച്ചത്. കമന്റ് സെക്ഷനിൽ എനിക്ക് അങ്ങനെ ഞാൻ അധികം പേരുടെ സാലറി എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുള്ള കാര്യം കണ്ടില്ല, വളരെ കുറച്ച് പേരെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് പേര് ഡയറക്റ്റ് ആയിട്ട് പേജിലായാലും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത് FBയിലായാലും ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് വന്ന ഒരുപാട് മെസ്സേജസ് കിട്ടിയൊരു കാര്യം ഇതായിരുന്നു, എത്ര രൂപയാണ് നമുക്ക് ശമ്പളം കിട്ടുക, എത്രയാണ് നമ്മുടെ കൈ കിട്ടുക. സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാൻ വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് എത്ര രൂപ നമുക്ക് കൈ കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാര്യം അതാണല്ലോ, എത്ര രൂപ ശമ്പളം കിട്ടും. പിന്നെയാണ് നമ്മൾ ലീവിനെ പറ്റി ആലോചിക്കുക. ആദ്യം നമുക്ക് ശമ്പളമാണ് വേണ്ടത്. അപ്പോൾ എത്ര ശമ്പളം കിട്ടും എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. RRB NTPC ഈ 35,000 വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത് ഡിഗ്രി ലെവൽ പോസ്റ്റുകളും പ്ലസ് ടു ലെവൽ പോസ്റ്റുകളും കമ്പൈൻ ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 5 പേ സ്കെയിലുള്ള പോസ്റ്റുകളാണ് RRB NTPC വിളിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളതല്ല, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. സോ ഞാൻ അതിലോട്ട് പോകുന്നില്ല. 5 പേ സ്കെയിലാണുള്ളത്. 35,400 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 35,400 വരുന്നത് CAയും SM ആണ്, കൊമേഴ്ഷ്യൽ അപ്രന്റീസും സ്റ്റേഷൻ മാസ്റ്ററും ആണ്. 29,500 ഗുഡ്സ് ഗാർഡ് വരുന്നുണ്ട്. ദെൻ അങ്ങനെ കുറച്ചധികം ക്ലറിക്കൽ പോസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ 7 പേ കമ്മീഷൻ വന്നതിന് ശേഷം നമ്മുടെ പുതിയൊരു റിവൈസ്ഡ് പേ സ്കെയിലാണ്. 35,400 ഈ കൊമേഴ്ഷ്യൽ അപ്രന്റീസ് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് കയറുന്ന ഒരാൾക്ക് പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 35,400 ആണോ കൈ കിട്ടുക? അല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് കൈ കിട്ടുന്നത്, എത്ര രൂപ നിങ്ങളുടെ ഇൻ ഹാൻഡ് വരും എന്നുള്ളതിനെ പറ്റി ഒരു റഫ് ഐഡിയ, ഒരു ഓവറോൾ ബ്രീഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. സോ ഈ 35,400 എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പേയ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 35,400 രൂപയാണ്. ഇനീഷ്യൽ പേ, നിങ്ങൾ ആദ്യമായിട്ട് ജോലി കയറുമ്പോൾ ആദ്യത്തെ മാസം അല്ലെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങളുടെ ഇനീഷ്യൽ പേ വരുന്നത് 35,400 രൂപയാണ്. ഈ 35,400 എന്ന് പറയുന്ന ബേസിക് പേനെ ബേസ് ചെയ്തിട്ടാണ് പല കാൽക്കുലേഷൻസും നടത്തുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. HRA നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും. ഹൗസ് റെന്റ് അലവൻസ്. നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, റെയിൽവേ ക്വാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പുറത്തുനിന്നൊരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. അത് നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി 12%, 16%, 24%, ഇത്ര 3% ആണ് മെയിൻലി ഉള്ളത്. 24% വരുന്നത് വളരെ വലിയ സിറ്റീസിനാണ്. നോർമലി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും കിട്ടുന്നത്, മോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലൈസ് അത് പറയല്ല, കൂടുതൽ സ്ഥലങ്ങളിലുള്ളത് 16% ആണ്, കുറച്ച് സ്ഥലങ്ങളിൽ 12% ഉണ്ട്. എന്തിൻ്റെ 16% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35,400 16% അല്ലെങ്കിൽ 24% അല്ലെങ്കിൽ 12% നിങ്ങൾക്ക് HRA ആയിട്ട്, ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ബേസിക്കിനെ ബേസ് ചെയ്ത്, ബേസിക് പേ 35,400 ആണ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് വരുന്നത്. സോ അതിൽ ആദ്യം ആലോചിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ആദ്യം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ് ആണ്. 12%, 16%, 24%. സോ 24% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8,000 രൂപയുടെ അടുത്തായി അല്ലേ? ഓൾമോസ്റ്റ് 8,000 രൂപയുടെ അടുത്ത് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് മാത്രം വരുന്നത്. 16% ആണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 6,000 റുപ്പീസ് എന്തായിട്ട് കിട്ടും? ഞാനിപ്പം മീഡിയം, നമ്മളെല്ലാം ഒരു ആവറേജ് എടുത്ത് പോകാം, നമുക്ക് ഇന്നലെ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യാം എത്രയാണ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഒരു 6,000 റുപ്പീസ് നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് DA എന്ന് പറയുന്നത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പം സർവീസ് കയറിയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഞാൻ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. ഞാൻ കയറുമ്പോൾ DA എന്ന് പറയുന്നത് 6% ആയിരുന്നു, 6%. കറന്റ് ഇപ്പോൾ നിൽക്കുന്നത് 12%. 12% ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ, സാലറിയിൽ അത് വന്നിട്ടില്ല. അത് കഴിഞ്ഞത് 6%, 3%ലോട്ട് ജമ്പ് ചെയ്തു. ഞാൻ ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ 6%, 9% മാറി. ഇപ്പോൾ റീസെന്റ് അതെന്തായിട്ട് മാറി, 12% ആയിട്ട് മാറി. എനിക്ക് തോന്നുന്നു ഓരോ 6 മന്ത്സിലാണ് അതിന്റെ റിവിഷൻ വരുന്നതെന്ന് തോന്നുന്നു. അത് DA എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പെർസെന്റേജ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇപ്പോൾ കറന്റ് DA നിൽക്കുന്നത് 12% ആണ്. അതായത് 35,400 12% നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? DA ആയിട്ട് കിട്ടും. സോ അറൗണ്ട് ഒരു 3,500 രൂപ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടാൻ പോകുന്നുണ്ട്? DA ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ട്. ഞാൻ ഈ 35,400 എൻ്റെ ബേസിക് പേ ആണ്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ അതിനെ ബേസ് ചെയ്തുള്ള കാൽക്കുലേഷൻസ് പറയുന്നത്. കാൽക്കുലേഷൻ സിമിലർ ആണ്. നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിക് പേ ഏതാണോ അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, യാതൊരു മാറ്റമില്ല. നിങ്ങൾക്ക് ഓരോ പോസ്റ്റും നിങ്ങൾ ഏതാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പോസ്റ്റുകളുടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സോ 12% നിങ്ങൾക്ക് DA ആയിട്ട് വരുന്നത്. ഇതല്ലാതെ വരുന്ന മറ്റൊരു സംഭവമാണ് TA, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന് പറയുന്നത്. അറൌണ്ട് 2,000 റുപ്പീസ്, 2,000 എത്തുന്നില്ല, അറൌണ്ട് 2,000 റുപ്പീസ്, 1,900 സംതിങ് ആണ് നോർമലി വരാറ്. ഇതാണ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആയിട്ട് വരുന്നത്. ഇത് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഓഫീസിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അപ്രന്റീസ് എന്ന് പറയുന്ന പോസ്റ്റ് ഒരു സ്റ്റേഷനിലാണ്. അവർക്ക് ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല, ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലോട്ട് പോകേണ്ട കാര്യമില്ല, ഒരു സ്റ്റേഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കും എന്ത് കിട്ടും? ഈ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആയിട്ട് 2,000 രൂപ കിട്ടും. ഇനി അതല്ലാതെ മറ്റൊരു പരിപാടിയുണ്ട്. മറ്റൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗാർഡ് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണല്ലേ, അവർ റണ്ണിങ് സ്റ്റാഫാണ്, ഓടിക്കൊണ്ടിരിക്കുന്നത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കണം, അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അത്തരം പോസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഗുഡ്സ് ഗാർഡ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. 29,500
ആണ് നമ്മുടെ ബേസിക്. ഈ ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റ് ബേസിക് 29,500 ആണെങ്കിലും ഏകദേശം ഇതിന്റെ കാൽക്കുലേഷൻ അതേ സാലറി തന്നെയാണ് വരിക. കാരണം അവർക്ക് പെർ കിലോമീറ്റർ കറന്റ് ഓൾമോസ്റ്റ് 2 rupees അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ അലവൻസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു കിലോമീറ്ററിന് 2 രൂപയിൽ കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം മിനിമം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ആ വകുപ്പിൽ അലവൻസ് ആയിട്ട്, സാലറിയുടെ പുറത്താണ് അലവൻസ് ആയിട്ട് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. സോ അത് അത്തരം ഗാർഡിനും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സ്റ്റാഫിനും വരുന്ന മറ്റൊരു സംഭവമാണ്. സോ അതല്ലാതെ ഞാൻ പറയുന്നത് ടി എന്ന് പറയുന്നത് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നില്ല കിട്ടുന്നില്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 1,900 rupees ആ ബേസിക് പേ. ഈ ബേസിക് പേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ 2,000 എന്തായാലും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇനി അതല്ലാതെ മറ്റൊരു അലവൻസ് ആണ് നൈറ്റ് ഡ്യൂട്ടി അലവൻസ്. നിങ്ങൾ രാത്രി ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. 24/7 ആണ്. നമുക്ക് റെയിൽവേ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണം, വിഷു, ക്രിസ്മസ് ഒന്നും ബാധകമല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നൈറ്റ് ഡ്യൂട്ടി നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ 35,400 ആണ് നിങ്ങളുടെ ബേസിക് പേ എങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടാൻ പോകുന്ന സ്റ്റാർട്ടിങ് ഒരു 200 രൂപ അല്ലെങ്കിൽ അതിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതായത് ഓരോ നൈറ്റ് ഡ്യൂട്ടിക്കും നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും? 200 രൂപ കിട്ടും. നോർമലി റോസ്റ്റർ അനുസരിച്ചാണെങ്കിൽ വീക്ക്ലി 2 നൈറ്റ് ഡ്യൂട്ടിയാണ് വരിക. സോ മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 8,200, 1,600, 1,800 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് അത് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ആയിട്ട് കിട്ടും. പിന്നെ റെയിൽവേ എന്ന് വരുന്ന മറ്റൊരു സംഭവമാണ് നാഷണൽ ഹോളിഡേ അലവൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഓണം, വിഷു, ക്രിസ്മസ് ഇത്തരം കാര്യങ്ങളെല്ലാം വീട്ടിൽ വെച്ചിട്ട് വേണം നമ്മൾ റെയിൽവേയിൽ ജോയിൻ ചെയ്യാനായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ നാഷണൽ ഹോളിഡേയ്സ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിൻ ഓടിയല്ലേ പറ്റൂ. ട്രെയിൻ എന്ത് നാഷണൽ ഹോളിഡേ അല്ലെ? ഇന്ന് ഓണാണ് എന്നാൽ നമ്മുടെ പരശുരാം അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ശബരി അവിടെ നിൽക്കട്ടെ നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് ചെയ്തേ പറ്റൂ? വണ്ടി ഓടിയേ പറ്റൂ. അപ്പോൾ നാഷണൽ ഹോളിഡേയ്സിന് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഈ 35,000 ബേസിക് പേ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടാൻ പോകുന്നത് 630 rupees. ഒരു ഓണം, വിഷു, ക്രിസ്മസ് അത്തരം ദിവസങ്ങളിൽ, അതായത് 12 നാഷണൽ ഹോളിഡേയ്സ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത്. ആ 12 നാഷണൽ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 630 രൂപ എക്സ്ട്രാ ഒരു ദിവസത്തിന്, ആ ഒരു ദിവസം വർക്ക് ചെയ്യുന്നതിന് നാഷണൽ ഹോളിഡേ അലവൻസ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നാഷണൽ ഹോളിഡേ ഓപ്റ്റ് ചെയ്ത് അത് ലീവായിട്ട് എടുക്കാം. അതല്ലാതെ ഇതാണ് നോർമലി ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത്. സോ ഇത്ര എമൗണ്ട് ഉണ്ടാവും. 35,400 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു 6,000 രൂപ, ദെൻ 3,500 രൂപ. ഇത് മാത്രം ആഡ് ചെയ്യാം. 9,500, 11,500. ഇത് ഓൾമോസ്റ്റ് ഒരു 2,000 വരും. 13,500 ഇത് ഉണ്ടെങ്കിലുണ്ട്. സോ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സോ 35,000 പ്ലസ് ഓൾമോസ്റ്റ് 13,000 ആണ്. സോ അറൗണ്ട് വരാൻ പോകുന്നത് 48K ആണ്. പിന്നെ ഇതിലൊക്കെ പല വേരിയേഷൻസ് ഉണ്ടാവാം, വേറെയും കാര്യങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് നിങ്ങൾക്ക് ചെറിയൊരു ടാക്സിന്റെ പിടുത്തവും അതുപോലെ തന്നെ NPS, ന്യൂ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് ഇപ്പോൾ ഉള്ളത്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 10% ആണ് പിടിക്കുക. അറൗണ്ട് 44 to 45 നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ഉണ്ടാവും. 44,000 മുതൽ 45,000 വരെ ഈ 35,400 ബേസിക്കിൽ കയറുന്നവർക്ക് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ടുണ്ടാവും. ഗാർഡ് ആണെങ്കിലും 29,500 ബേസിക് പേ എന്നുള്ള നോക്കണ്ട. ഒരുപക്ഷെ ഇതിനോളം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കാൽക്കുലേഷൻ വരുന്ന ആ രീതിയിലാണ്. പെർ കിലോമീറ്റർ ആണ് കാൽക്കുലേഷൻ വരുന്നത്. ബാക്കിയുള്ള പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25,500 ആണെങ്കിൽ അറൗണ്ട് 31 to 32, 21,700 ആണെങ്കിൽ അറൗണ്ട് 26, 27, 19,900 ആണെങ്കിൽ അറൗണ്ട് 22, 23 ഈ റേഞ്ചിലുള്ള സാലറി എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇത്രയാണ് നോർമലി ഒരാൾക്ക് ഒരു മാസം കയ്യിൽ വരുന്നത്. സോ ഈ 35,400 കാര്യം ഞാൻ പറയുന്നത് 44,000 മുതൽ 45,000 രൂപ വരെ നിങ്ങളുടെ കയ്യിൽ വരുന്നത് ഞാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് ഡിഗ്രി ലെവൽ പോസ്റ്റിന് നിങ്ങൾ കയറിയാലാണ് അറൗണ്ട് 45,000 rupees സ്റ്റാർട്ടിങ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത്. ഇൻ ഹാൻഡ് സാലറിയാണ് ഞാൻ പറയുന്നത്. പിടുത്തമെല്ലാം കഴിഞ്ഞ് ബേസിക് പേയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. ഇൻ ഹാൻഡ് നിങ്ങളുടെ കയ്യിൽ ഇത്രയും സാലറി വരുന്ന പോസ്റ്റ് വേറെ ഉള്ളതൊന്നും നിങ്ങൾ അന്വേഷിക്കുക. എൻ്റെ അറിവിൽ 45,000 രൂപയൊക്കെ തുടക്കത്തിൽ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിന് കിട്ടുന്ന പോസ്റ്റുകൾ എൻ്റെ അറിവിൽ വളരെ വളരെ കുറവാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. കേരള PCക്കൊന്നും എന്തായാലും ഇത്രയും ഈ ഒരു എമൗണ്ട് സാലറി വരുന്നില്ല എന്നുള്ളത് ഞാൻ ഉറപ്പുവരാം. സോ ഇത്രയാണ് നിങ്ങളുടെ മന്ത്ലി സാലറി വരാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതല്ലാതെ ഇത്രയും മന്ത്ലി സാലറി അല്ലാതെ വേറെ എന്തൊക്കെയാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സാലറിയുടെ പുറത്ത് നമുക്ക് വരുന്നത് ബോണസ് ആയിട്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയർ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ബോണസ് ആയിട്ട് എല്ലാ ദീപാവലിക്കും ഒരു 17,000 രൂപ അല്ലെങ്കിൽ 17,000 സംതിങ് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും ക്രെഡിറ്റ് ആവും. ദീപാവലിയുടെ സമയത്ത് ഇന്ത്യൻ റെയിൽവേ ബോണസ് ആയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ എംപ്ലോയീസിന് തരുന്നതാണ് 17,000 രൂപയുടെ കൂടുതൽ, ഓൾമോസ്റ്റ് 17,000 rupees വിചാരിച്ചാൽ മതി, ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി അതല്ലാതെ പിന്നെന്താ വരുന്നത്? പിന്നെ വരുന്നതാണ് എഡ്യൂക്കേഷണൽ അലവൻസ്. കുട്ടികളുണ്ടെങ്കിൽ, നമുക്ക് മക്കളുണ്ടെങ്കിൽ കുട്ടികൾക്ക് 2 പേർക്ക് ഒരാൾക്ക് 24,000 രൂപ വെച്ച് 2 പേർക്ക് 47,000 രൂപ. മാക്സിമം 2 പേർക്ക് കിട്ടുള്ളൂ. 3 പിള്ളേർ 4 പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാക്സിമം 2 പേർക്ക് കിട്ടുള്ളൂ. ഒരാൾക്ക് 24,000 രൂപ വെച്ച് 2 പേർക്ക് ആ ഒരു എമൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 48,000 രൂപ എത്രയാണോ എഡ്യൂക്കേഷണൽ അലവൻസ്, അത് കുട്ടികളുടെ പഠനത്തിനായിട്ട് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹോസ്റ്റലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷനിൽ വീണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നോർമലി ഞാൻ എല്ലാം ആവറേജ് എടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് പേയ്മെൻറ്റും അല്ലെങ്കിൽ ബേസിക് പേയും ബാക്കി നിങ്ങളുടെ പോസ്റ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വേരിയേഷൻസ് ഉണ്ടാവാം. പക്ഷേ ഒരു ആവറേജിൽ ഇത്രയാണ് നോർമലി വരും. ഇതൊന്നും എന്തായാലും നിങ്ങൾക്ക് കൂടുതലുള്ളൂ, കുറയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 24,000 രൂപയാണ് ഒരു കുട്ടിക്ക് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ നിങ്ങളുടെ പോസ്റ്റ് യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ യൂണിഫോം ഇട്ടിട്ടുള്ള നോൺ യൂണിഫോം പോസ്റ്റും ഇന്ത്യൻ റെയിൽവേക്കൊക്കെ തന്നെ ഉണ്ടല്ലോ. യൂണിഫോം അലവൻസ് ആയിട്ട് നിങ്ങളുടെ ബേസിക് പേനെ ഡിപ്പെൻഡ് ചെയ്ത്
19,900 ഒക്കെ ആണെങ്കിൽ 5,000 rupees ആണ് വരുന്നത്. 35,400 ആണെങ്കിൽ യൂണിഫോം അലവൻസ് ആയിട്ട് എല്ലാ വർഷം കിട്ടുന്ന 10K ആണ്. 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് യൂണിഫോം അലവൻസ് ആയിട്ട് കിട്ടും. ഇനി ഇതല്ലാതെ ഇത്രയാണ് ബോണസും കാര്യങ്ങളായിട്ട് വരുന്നത്. ഇത്രയാണ് നോർമലി നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ട് വരുന്നത്. സോ ഇതിനെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനേക്ക് അപ്പോൾ എത്രയാണ് വരുന്നത് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും കൈ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. കാരണം നിങ്ങൾ എന്തായാലും ഇപ്പോൾ NTPC സർവീസ് കയറാൻ ഓൾമോസ്റ്റ് 1 year അപ്പോഴത്തേക്കും DA ലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വരാൻ വീണ്ടും സാധ്യതയുണ്ട്. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടായാലും ഫ്രണ്ട്സിനോടായാലും പറയാനുള്ളൊരു കാര്യമാണ്, പലതരത്തിലുള്ള മോട്ടിവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, അങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് മന്ത്ലി നിങ്ങളുടെ കയ്യിൽ വരുന്ന ഈ സാലറി ആലോചിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തെ മാസം അറൗണ്ട് 45,000 നിങ്ങളുടെ കയ്യിൽ വരുന്നു. 40,000 തന്നെ എനിക്ക് ആവറേജ് മതി. 40,000 രൂപ വരുന്നു. രണ്ടാമത്തെ മാസം വീണ്ടും ഒരു 40,000. എല്ലാ മന്തിലെയും അവസാനത്തെ വർക്കിംഗ് ഡേ ആ 40,000 രൂപ ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മാസം 40,000, രണ്ടാമത്തെ മാസം 80,000, മൂന്നാമത്തെ മാസം 1,20,000. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല രസമല്ലേ? ഈ 40,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയണമെങ്കിൽ ഏറ്റവും നല്ല മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നൊരു കാര്യം ഏറ്റവും നല്ല മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സാലറി കയറുന്നതാണ്. ഞാൻ സാധാരണ എൻ്റെ സ്റ്റുഡൻസിനോടും പറയാനുള്ളൊരു കാര്യമാണ്, അത് മനസ്സിൽ കണ്ട് പഠിക്കുക. ക്യാഷാണെല്ലാം അല്ലെങ്കിൽ ഈ സാലറി കിട്ടിയാൽ എല്ലാം ആയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ക്യാഷിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തായാലും ലൈഫിലുണ്ട്. ഇല്ലാന്ന് ആരൊക്കെ പറഞ്ഞാലും ഉള്ളിൽ തൊട്ട് നമുക്കത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാഷിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ 40,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത്യാവശ്യം ബുദ്ധിമുട്ടറിഞ്ഞ് വളർന്നുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്താണ് ഈ 40,000 അല്ലെങ്കിൽ എത്രയാണ് ഈ സാലറി അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കും അത് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്കും അത് പറ്റും. ഞാൻ അതിൻ്റെ ഇനി ഡീറ്റെയിൽസിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. എനിവേ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി റെയിൽവേയിൽ വേറെ എന്തൊക്കെയാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്രിമെൻറ്റിനെ പറ്റി IT ഫീൽഡിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നാണെങ്കിൽ ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ്. IT ഫീൽഡിൽ നിന്നുള്ള ഫ്രണ്ട്സാണ് കൂടുതൽ ചോദിച്ചത്. കാരണം അവർ വാങ്ങുന്ന ഇൻക്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു എമൗണ്ട് ആണ്. അതും വിട്ട് ഞങ്ങൾ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രിമെൻറ്റ് വല്ലതും കിട്ടുമോടാ, എന്തിനായി വന്നിട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം വന്നായിരുന്നു. അപ്പോൾ ഇൻക്രിമെൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. വേറെ ഇന്ത്യൻ റെയിൽവേ തരുന്ന ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 3% ആണ്. 3%, അത് ഭയങ്കര കുറവല്ലേ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 35,400 3% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1,000 രൂപ വരും. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങളുടെ ബേസിക് എന്ന് പറയുന്നത് 36,400, ഓൾമോസ്റ്റ് 36,500 അല്ലെങ്കിൽ 36,400 വരും. ഇതെല്ലാം അതുപോലെ കൂടും. HRA അതിൻ്റെ 12%, DA അതിൻ്റെ 12%, TA അതിനനുസരിച്ച് മാറി, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് മാറി, അത്തരം കാര്യങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്ത് എല്ലാ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യും, മാറും. അപ്പോൾ നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും. പിന്നെ അടുത്ത വർഷം വരാൻ പോകുന്നത് ഈ 36,400 3% ഓൾറെഡി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ 3%, പിന്നെ അഗൈൻ അതിൻ്റെ 3%, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, ഓരോ വർഷം ഇതിൻ്റെ 3% കൂടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ എത്രയാവും ബേസിക് എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്തൊക്കെയാണ് വേറെ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസ്. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യാനുള്ള ഫ്രീ പാസ്, പിന്നെ അതുപോലെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അതെല്ലാം നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ RRB ക്രാക്ക് ചെയ്ത് ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ 1-2 പേര് ചോദിച്ച കാര്യം, ഞാൻ അക്കാഡമിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഈ RRB NTPC ഓറിയൻറ്റഡ് ആയിട്ട് ഇനി കോഴ്സസോ അല്ലെങ്കിൽ ക്ലാസ്സസോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അക്കാഡമിയിലായിരിക്കും ഞാൻ കുറച്ചുകൂടി ചെയ്യുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, വളരെ നീറ്റായിട്ട് കുറച്ച് പവർ പോയിന്റ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെയും ട്രൈ ചെയ്യാം, ഞാൻ ഉറപ്പ് വരുന്നില്ല. അവിടെയായിരിക്കും എന്തായാലും ഞാൻ കൂടുതലും ചെയ്യാൻ പോകുന്നത്. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ വരുന്നവരോട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഓൾറെഡി ഞാൻ കേരള PSCക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് 6ഓളം കോഴ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമേ ഞാനിപ്പോൾ അതിനകത്ത് കൈവച്ചിട്ടുള്ളൂ. അതിനകത്ത് 6ഓളം ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത് കേരള PSCയുടെ അല്ലേ, ഞങ്ങളത് പഠിച്ചാൽ മതിയോ എന്ന് 1-2 പേര് ചോദിച്ചു. കേരള PSCയുടെ ആണെങ്കിലും ബേസിക്സ് ആണ് ഞാൻ അതിനകത്ത് കവർ ചെയ്തേക്കുന്നത്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് വളരെ സിമ്പിളായിട്ട് ചെറിയ ബേസിക് ലെവലിൽ തുടങ്ങി പതുക്കെ ഹയർ ലെവലിലോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്സ് എവിടെയാണോ ഞാൻ നിർത്തിയത് അവിടെ നിന്നായിരിക്കും ഞാനിനി RRB NTPC സ്റ്റാർട്ട് ചെയ്യുക. കാരണം അതിനുവേണ്ടി ഇനിയും ഫ്രഷ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ഇപ്പോൾ തൽക്കാലം എനിക്കില്ല. സോ അവിടെ നിന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള കോഴ്സസ് കൂടി ഒന്ന് കാണേണ്ടി വരും. പ്ലാൻ ഞാൻ ഇടാം, ഞാൻ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റുകളും ഇൻസ്ട്രക്ഷൻസും തരാം. സോ കൂടെ ഉണ്ടാവുക, നമുക്കൊന്ന് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സാധാരണ പറയാറുള്ള കാര്യങ്ങൾ, എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വീണ്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.